കാക്കത്തമ്പുരാട്ടി കറുത്ത മണവാട്ടി കൂടെ വിടേ കൂടെ വിടേ കവികളിൽ സുന്ദരിയമുന സഖികളിൽ സുന്ദരിയനാഥരി ചന്ദ്രനുദിക്കുന്ന ദിക്കിൽ ചന്ദനം പൂക്കുന്ന ദിക്കിൽ തൃത്താപ്പൂവിനു മുത്തം കൊടുക്കുന്നു തൃക്കാർത്തിക രാത്രി. അത് കണക്ക് പുതിയ പുതിയ നടികടന്മാരെ കണ്ടെത്തുന്ന ശാരദയെ കൊണ്ടുവന്ന കുഞ്ചാക്കണ്ണ. അവര് തെലുങ്കിലെ ഒരു ഹാസ്യ നടിയായിരുന്നു, സരസ്വതി എന്ന പേര്. ഇവിടെ കൊണ്ടുവന്ന് മുട്ടത്തുറക്ക് ഇണപ്രാവുകൾ എന്ന നോവലാണത്. ആ നോവൽ എല്ലാവരും വായിച്ചു. ഇണപ്രാവുകൾ വായിക്കാത്ത ചെറുപ്പക്കാരില്ല. അങ്ങനെ സത്യന്റെ നായികയായിട്ട് അപ്പൊ ആ കഥാപാത്രം റാഖേൽ എന്നാണ്. റാഖേൽ എന്ന പേരാണ് ശാരദയ്ക്ക് ഇടുന്നത്. അത് കുഞ്ചാക്കോട്ടിനും എടുക്കാണ്. അത് നമുക്ക് ഭാര്യ എന്ന സിനിമയില് രാജശ്രീ ഒരു തെലുങ്ക് നടിയുണ്ടായിരുന്നു. അവരാണ് സത്യൻ രാഗിണി കുടുംബമായിട്ട് താമസിക്കുമ്പോഴാണ് ട്യൂട്ടോറിയൽ കോളേജിൽ പഠിക്കാൻ രാജശ്രീ വരുന്നത്. ആ കഥാപാത്രം കാനം ഈ ജയുടെ ഒരു കഥയാണ് ഭാര്യ. ഗ്രേസി എന്നാണ് പേര് കഥാപാത്രം. ആ കഥാപാത്ര പേരും കിട്ടും. ഇന്നും UP ഗ്രേസി എന്ന ടൈറ്റിൽ കാണുന്നത്. അങ്ങനെ ഈ കഥാപാത്രങ്ങൾക്ക് അവരൊരു പേരിട്ടുകൊണ്ടാണ് ഉദയ ഒരു മാറ്റങ്ങൾ വരുത്തിയിരുന്നത്. അങ്ങനെ ശാരദയെ കൊണ്ടുവന്നു, UP ഗ്രേസിയെ കൊണ്ടുവന്നു. അതുപോലെ വെൺനിറ ആടെ നിർമ്മല എന്ന അവരുടെ പേര് കാട്ടുതുളസി എന്ന സിനിമയിൽ ഒരു എസ്റ്റേറ്റ് പശ്ചാത്തലത്തിൽ ചെയ്ത കഥയ്ക്ക് ഉഷാകുമാരിയെ കൊണ്ടുവരുന്നു. അങ്ങനെ രാഗിണി, ഉഷാകുമാരി, ഷീല എന്ന് വേണ്ട മലയാളത്തിലെ ഒട്ടുമിക്ക താരങ്ങളെ ഒന്നിച്ചണിനിർത്താൻ കഴിവ് അന്ന് ഉദയയ്ക്ക് മാത്രമേ ഉള്ളൂ. എല്ലാ മാസവും 1 തൊട്ട് 5 വരെ സത്യൻ, നസീർ, ഷീല, ശാരദ ഇവരുടെ പ്രമുഖ താരങ്ങളെ കാഴ്ച ഇവർക്കായിരിക്കും. അപ്പൊ മറ്റുള്ളവർ കാഴ്ച പറയോ ഉദയയ്ക്ക് കൊടുത്തു എന്ന് പറയും. അങ്ങനെയാണ്. പിന്നെ അതുപോലെ കൃഷ്ണൻ നായരെ വിളിക്കും. ഓരോ പടത്തിനും കുഞ്ചാക്കോ അങ്ങനെ ആളായിട്ട് മാറി നിൽക്കത്തില്ല. നിങ്ങൾ തന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കിയെന്നൊരു സിനിമ കേരളത്തിലെ സ്റ്റേജുകൾ ഏറ്റവും കൂടുതൽ കളിച്ച സിനിമയാണ്. അത് അദ്ദേഹം നാടകമാക്കി, അല്ല സിനിമയാക്കിയപ്പോൾ അതിന്റെ സംവിധാനത്ത് കുഞ്ചാക്കോ നിന്നില്ല. അതിന് പകരം അതിന്റെ ശില്പിയെ തോപ്പിൽ ഫാസിയെ തന്നെ വിളിച്ചു. കൊതുമ്പുവള്ളം തുഴഞ്ഞു വരും കൊച്ചു പുലക്കള്ളി നിന്റെ കൊയ്ത്തരിവാൾ തീർത്തതേതൊരു കൊല്ലപ്പണിക്കെത്തി. അത് കണക്ക് കൂട്ടുകുടുംബം സിനിമയുണ്ട്. കൂട്ടുകുടുംബ സിനിമ സംവിധാനം ചെയ്യണമെങ്കിൽ അതിന് സേതുമാധവൻ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ സേതുമാധവനെയും വിളിച്ചു. സേതുമാധവൻ ആദ്യം താല്പര്യമില്ലെങ്കിൽ പിന്നെ സമ്മതിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ കൃഷ്ണൻ നായർ, താര, കാട്ടുതുളസി, അഗ്നിമർഗം ഒരുപാട് സിനിമകൾ കൃഷ്ണൻ നായർ ചെയ്തു. അങ്ങനെ ഓരോ ആൾക്കാരെയും എന്താ വേണ്ടതെന്നനുസരിച്ച് ചെയ്യാൻ. അതുപോലെ ഉദയയുടെ മനോഹരമായ പാഠങ്ങൾ ഒരുക്കിയത് വിൻസെന്റ് മാസ്റ്ററാണ്. വിൻസെന്റ് മാസ്റ്ററിന്റെ കരവിരുന്ന പല ഉദയ ചിത്രങ്ങളുടെയും ഈ പാട്ടുകൾ നമ്മൾ ഇന്നും അവിസ്മരണീയമായി നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവർ ആ പാട്ടുകൾ കൂടെ കോർത്തിണക്കി അനശ്വര ഗാനങ്ങൾ എന്നൊരു സിനിമ തന്നെ പുറത്തിറങ്ങി. അങ്ങനെ ലോകത്ത് ഒരു ബാനറിന്റെ സിനിമ ഗാനങ്ങൾ ആസ്വദിക്കുന്ന ഒരു തലമുറ ഉണ്ടാക്കിയത് കുഞ്ചാക്കോയുടെ അർപ്പണ ബുദ്ധിയാണ് കാണുന്നത്. അത് പിന്നെ അവരുടെ സിനിമകൾക്ക് 50-100 ദിവസം ഓടും എല്ലാ തിയേറ്ററിലും. അന്ന് കേരളത്തിലെ തിയേറ്ററുകാർ പറയും ഉദയയുടെ പടം വരുന്നുണ്ട്. അന്ന് ഓല കൊട്ടകകളാണ്, കൊട്ടകയെന്നാണ് പറഞ്ഞത്, ഓല ടാക്കീസുകളിൽ. അത് ഈ മേയാൻ കിട്ടുന്ന കളക്ഷൻ കിട്ടുന്ന ഉദയയുടെ പടം വരുമ്പോൾ അതുകൊണ്ട് ഒരു ഓണത്തിന് 1 മാസം ഒരു പടം എടുത്തിടും. ഉദാഹരണത്തിന് ഓണം സെപ്റ്റംബറിലാന്നിരിക്കട്ടെ, അപ്പം ഓഗസ്റ്റ് ഒരു സിനിമ ഉദയനന്റെ മകൻ, അത് കേരളത്തിലെ 14 തിയേറ്റർ ഓടി 10-20 ഓടി കഴിയുമ്പോഴത്തേക്ക് ഓണമായി. അപ്പൊ നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി. അപ്പൊ ഇത് ഓണത്തിന് ഉദയന്റെ മകനായിരിക്കും V ക്ലാസ്സുകളിലൊക്കെ ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവർക്ക് ഓല മേയാൻ തിയേറ്ററൊക്കെ നന്നാക്കാൻ ഉദയയുടെ പടങ്ങളെ സഹായിച്ചിരുന്നു. അങ്ങനെ ഉദയ കേരളീയ ജനതയുടെ ഇഷ്ടങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ അവരെ പൾസ് അറിഞ്ഞ് പടങ്ങൾ എടുക്കുന്ന ഒരു കഥയാണ്. പോസ്റ്റ്മാനെ കാണാനില്ലെന്നൊരു പടമുണ്ട്. ആ സമയത്ത് നക്സൽ സംഭവം ഇറങ്ങി, ഹിപ്പി സംഭവം ഇറങ്ങി. അതെല്ലാം കൂടി ചേർത്ത് ശാരംകുമാർ ഉദയ കുഞ്ചാക്കോ പറഞ്ഞേക്ക് ഇന്ന പടം വേണമെന്ന് പറയുമ്പോൾ കുഞ്ചാക്കോ അതേപടി എഴുതിക്കോളും. അവരുടെ ഒരു ഫാക്ടറിയിലെ തൊഴിലാളിയായിട്ട് മാറി അദ്ദേഹം. അങ്ങനെ കുഞ്ചാക്കോയുടെ മനസ്സറിഞ്ഞ് പടം എഴുതി കൊടുക്കും. അങ്ങനെ പോസ്റ്റ്മാനെ കാണാനില്ല ഭയങ്കര വിജയിച്ചൊരു സിനിമയായിരുന്നു. ഭഗവാനെ എന്താണ് ഇടാ സ്വർഗത്തിലെ കട്ടറുമ്പേ ഇടി പെണ്ണെ,
ഇവനെ നീ തടങ്കലിട്ടേക്കും. ഷീലയും നസീറും പിണങ്ങിയ സമയത്ത് അദ്ദേഹം ആ സ്ഥാനത്തേക്ക് നസീറിനെ വിജയശ്രീയെ കൊണ്ടുവന്നു. വിജയശ്രീയെ കൊണ്ടുവന്ന് ആരോമലുണ്ണി സിനിമ, പൊന്നാവരം കോട്ട, ഇഷ്ടംപോലെ സിനിമകൾ. ഇപ്പൊ നസീർ ഷീല അല്ല നസീർ വിജയശ്രീ ടീം പിരിഞ്ഞപ്പോൾ അതിന് പകരമായിട്ട് ഉണ്ണിമേരിയെയും പലരെയും കൊണ്ടുവന്നു. KR വിജയ, അങ്ങനെ പലരെയും കൊണ്ടുവന്നിട്ടുണ്ട് അദ്ദേഹം. അങ്ങനെ ആരെന്നോട്ടമില്ല അദ്ദേഹത്തിന്റെ സിനിമയിൽ. പക്ഷേ അങ്ങനെ നസീർ ഷീല ടീം പിണങ്ങിയിരുന്ന സമയത്തും അവരെ വീണ്ടും ഒരുമിച്ചതും കുഞ്ചാക്കയാണ്. അത് കുഞ്ചാക്കയുടെ ഒരു ബുദ്ധിയാണ്. കാര്യം നസീർ ഷീല ടീം പിണങ്ങും 71 അവർ പിണങ്ങുന്നത്. അങ്ങനെ 3-4 വർഷം നസീർ വിജയശ്രീയുടെ ജോഡി, ഷീല രവിചന്ദ്രൻ്റെ കൂടെ ജോഡിയോ പലരുടെയും കൂടെ ജോഡിയായെങ്കിലും അപ്പൊ കുഞ്ചാക്കയ്ക്ക് ഒരു ബുദ്ധി, എടാ നമുക്ക് ഈ ജോഡികൾ വീണ്ടും ഒരുമിച്ചാലോ, അപ്പൊ എന്താ വഴി? അപ്പൊ നമുക്ക് നസീർ സ്ഥാനടുത്ത് ആദ്യം ചോദിക്കാം. അപ്പൊ നസീറിനടുത്ത് ചോദിച്ചു, അസേ നമ്മളിങ്ങനെ പടം ഷീല വെച്ചൊരു പടം നിങ്ങളിന്ന് പിണക്കമല്ലേ? എനിക്ക് പിണക്കൊന്നുമില്ല, അവരല്ലേ പിണങ്ങി പോയത്, എനിക്ക് പ്രശ്നമില്ല എന്ന് പറഞ്ഞു. അപ്പം നസീർ സാറിന്റെ സമ്മതം മേടിച്ചു. അങ്ങനെ കുഞ്ചാക്കോ ഷീലയമ്മയെ വിളിച്ചു പറഞ്ഞു, ഷീല എനിക്കൊന്ന് കാണണമെന്ന് പറഞ്ഞു. ശരി വരാൻ പറഞ്ഞു. ഷീലയ്ക്കൊന്നും കുഞ്ചാക്കോ ഒരിക്കലും മറക്കാൻ പറ്റും. ഷീലയുടെ എല്ലാ ഏറ്റവും നല്ല റോളുകളൊക്കെ കുഞ്ചാക്കോയുടെ സിനിമകളിലാണ് ആ സമയത്ത് വന്നിട്ടുള്ളത്. അങ്ങനെ അവിടെ ചെന്നവൻ പറഞ്ഞു, ആ നസീറാണ് നായകൻ, നിങ്ങൾ അഭിനയിക്കോ? ഷീല ഒരു സമയം മനസ്സുകൊണ്ട് മടിച്ചു, അഭിനയിക്കണം. പക്ഷെ കുഞ്ചാക്കോയാണ് പറയുന്നത്. കുഞ്ചാക്കോനെ എതിർക്കാൻ പറ്റത്തില്ല, കാരണം തൻ്റെ നായികയാക്കി ഒരുപാട് സിനിമകൾ എടുത്തിട്ടുണ്ട്, അതുകൊണ്ട് ഒരിക്കലും എതിർപ്പ് പറയാൻ പറ്റത്തില്ല. പക്ഷെ ഷീല ഒഴിയാൻ വേണ്ടി ഒരു ആചകം എടുത്തിട്ടു. ഒരു കാര്യം ചെയ്യാം, നസീർ സാർ എത്ര വേണം? നസീർ സാറിന് 25,000 രൂപ അറിയാമല്ലോ. അപ്പോൾ എനിക്ക് നസീർ സാറിന് 5,000 രൂപ കൂടുതൽ വേണം. 5,000 കൂടുതൽ? അതെന്തോ ഷീല അങ്ങനെ പറയുന്നത്? എനിക്ക് അങ്ങനെ ഉണ്ടെങ്കിലേ ഞാൻ അഭിനയിക്കത്തുള്ളൂ. കുഞ്ചാക്കോ അങ്ങനെ ഒഴിയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ കുഞ്ചാക്കോ പറഞ്ഞു, ഇത് നല്ല ഒരു മാർക്കറ്റിംഗ് ഇതാണ്, ഞാൻ ഇത് വെച്ച് മുതലായിക്കൊള്ളാം. അങ്ങനെ ഷീല ഉദ്ദേശിച്ച നസീറിനേക്കാൾ കൂടുതൽ തുക മേടിച്ച് അഭിനയിക്ക് 74 തുമ്പോലാർത്ത് റിലീസ് ചെയ്തു. ആ സമയത്ത് റിലീസ് ചെയ്ത തച്ചോളി മരുമോൻ ചന്തുവിനെക്കാട്ടിലും മറ്റു പല സിനിമകളെക്കാട്ടിലും ഭയങ്കര വിജയം, റെക്കോർഡ് സൃഷ്ടിച്ച് വിജയമായിരുന്നു. അതിൽ ആദ്യത്തെ ഇവർ തമ്മിൽ യോജിപ്പ് സീൻ തന്നെയാണ് പറയുന്നത്. തുമ്പോലാർച്ചയും ആരോമശേവരും കണ്ടുമുട്ടുന്ന സമയത്ത് അമ്പലത്തിൽ വെച്ച് കാണുന്ന ഒരു സീനുണ്ട്. ആ സമയത്താണ് ഏറെ നാളല്ല കണ്ടിട്ട്, അതെ നമ്മൾ തമ്മിൽ വീണ്ടും കാണുന്ന അമ്പലത്തിൽ വെച്ചെന്ന ഡയലോഗ് പോലും ഞാൻ കയ്യടിയോടുകൂടിയാണ് സ്വീകരിച്ചത്. എന്താ വല്ലാത്ത ഒരു നോട്ടം? നാളേറെ ആയല്ലോ കണ്ടിട്ട്, നനച്ചിരിക്കാതെ കണ്ടപ്പോൾ കണ്ണു പറിക്കാനും തോന്നുന്നില്ല. കണ്ണിൽ കണ്ടില്ലെങ്കിലും എന്റെ മനസ്സിൽ എന്നും ഈ പൊന്നപ്പൂ വിരിഞ്ഞു നിൽക്കും. അങ്ങനെ ഈ ബിസിനസിന്റെ എല്ലാ ടെക്നിക്കുകളും എങ്ങനെ ഉപയോഗിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയാം. അപ്പൊ ഈ മൃഗങ്ങളും മനുഷ്യരുടെ സംഘടനകളൊക്കെ ഒരുക്കാൻ കുഞ്ചാക്കോ ഭയങ്കര മിടുക്കനായിരുന്നു. കടലമ്മേല് സത്യൻ ഒരു സിംഹവുമായിട്ട് മല്ലിടുന്ന രംഗമുണ്ട്, അത് അതിഭീകരമായിട്ട് ചിത്രീകരിച്ചത്. അന്ന് ആ സിനിമയുടെ ഏറ്റവും വലിയ കയ്യടി അതായിരുന്നു. അതേപോലെ ഉദയന്റെ മകനില് ഈ പുലിക്കുട്ടികളുമായിട്ട് സത്യം തൂക്കിയെടുത്തോണ്ട് പോകുന്നതും അതിനുള്ള സാഹസികമായ രംഗങ്ങളുണ്ടായിരുന്നു. അതൊക്കെ കുതിര, ആന എന്ന് പല രംഗങ്ങളും അതിസാഹസികമായി ഇംഗ്ലീഷ് സിനിമകളെ വെല്ലെന്ന് രീതി ചിത്രീകരിക്കാൻ അദ്ദേഹത്തിന് ഭയങ്കര മിടുക്കായിരുന്നു. പഞ്ചോങ്കാട് സിനിമയിൽ സത്യനും നസീറും ഷീലയുടെ കുതിരപ്പട യുദ്ധമുണ്ട്. ആ ചിത്രീകരണം കുഞ്ചാക്കോയുടെ ഒരു സംവിധാന മികവിനെ സൂചിപ്പിക്കുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള അതേ കണക്ക് തന്നെ ഓരോരോ പടങ്ങൾ വ്യത്യസ്തങ്ങളായിരുന്നു. അതുപോലെ പിന്നെ സത്യൻ സാറിൻ്റെ തന്നെ മികച്ച കഥാപാത്രങ്ങൾ ഈ കടലിൻ്റെ അടുത്തട്ടി പോയി ഒരു കടൽ ലോകം കാണിക്കുന്നുണ്ട്. ആ സെറ്റ് നാഗരാജാവും പാട്ടും എങ്ങനെ, അതാണ് പറയുന്നത്. നേരത്തെ ഈ മനുഷ്യന് അപ്രാപ്യമെന്ന് കരുതുന്നൊക്കെ കുഞ്ചാക്കോ ഉണ്ടാക്കും, അതാണ് അദ്ദേഹത്തിൻ്റെ കഴിവ്. അതേപോലെ ഹോളിവുഡിലെ മറ്റേ ജനിച്ചിരുന്നെങ്കിൽ ഏറ്റവും വലിയ ഒരു സംവിധാന നിർമ്മാതായിട്ട് ഇത് മലയാളത്തിൻ്റെ ചുരുങ്ങിയ ബഡ്ജറ്റിനുള്ളിൽ വെച്ചുകൊണ്ട്, ചുരുങ്ങിയ പ്രേക്ഷകനെ വെച്ചുകൊണ്ട് അദ്ദേഹം വിപുലമായിട്ടുള്ള വലിയ വലിയ സെറ്റുകളിലൂടെ അദ്ദേഹം മലയാള സിനിമയ്ക്ക് ഒരു പുതിയ കാഴ്ചയുടെ അനുഭവം ഉണ്ടാക്കി തന്നൊരു ഡയറക്ടറാണ്. അദ്ദേഹത്തിൻ്റെ ഈ വടക്കംപാട്ടത്തിന് ആരോമലുണ്ണി ആ വർഷത്തെ സംസ്ഥാന ഗവൺമെൻറ് അവാർഡ് കിട്ടിയായിരുന്നു. ഏറ്റവും നല്ല ചിത്രത്തിനുള്ള അവാർഡ് ആരോമലുണ്ണി. അതേപ്പറ്റി ഒരുപാട് വിമർശനങ്ങൾ വന്നു. പക്ഷേ എന്തൊക്കെ പറയുകയാണെങ്കിലും നല്ല ഒരു കഥയാണ്. വടക്കൻ പാട്ടിൽ വന്ന ഏറ്റവും നല്ല ഒരു ആവിഷ്കാരമായിരുന്നു ആരോമലുണ്ണി അക്കാലത്ത്.
സമയത്ത് സത്യനായിരുന്നു റോള് വെച്ചിരുന്നത്. അപ്പം സത്യൻ അതിന് മുമ്പേ മരിച്ചുപോയി. ആ വിഷം അദ്ദേഹത്തിനുണ്ട്. ആ വിഷമം കൊണ്ട് അദ്ദേഹം അതിന് ചെയ്ത വേല എന്താണെന്ന് വെച്ചാൽ ഈ സത്യൻ്റെ ക്യാരക്ടർ നിർത്തണം. സത്യൻ്റെ ക്യാരക്ടർ നിർത്താൻ വേണ്ടി ഈ പ്രേം നസീർ ഈ സത്യൻ്റെ കൊലയാളികളെ തേടിപ്പോകുന്നൊരു ഒരു സീനുണ്ട്. ആ സീനിൻ്റെ അകത്ത് രവിചന്ദ്രൻ നസീറാണ് അഭിനയിക്കുന്നത്. അപ്പം ഈ അരിങ്ങോടർ വീട്ടിൽ ചെല്ലുക, എങ്ങനെ അരിങ്ങോടറാണല്ലോ ആരോമച്ചവരെ കൊല്ലുന്നത്. അങ്ങനെ തലയർത്ത കഥയൊക്കെ ഇവർ പാട്ട് രംഗത ഇട്ടിട്ട് ഒരു 6 മിനിറ്റ് നീളമുള്ള പാട്ട് വയലാറിനെ കൊണ്ട് എഴുതിച്ചിട്ട് ഇത് ഇവരിങ്ങനെ നടന്ന് പാടാം പാടാം ആരോമർ ചേവകർക്കൺ ഡങ്കം വെട്ടിയ കഥകൾ എന്നൊരു പാട്ടിനകത്ത് ഉണ്ണിയാർച്ച സിനിമയിലെ പ്രധാനപ്പെട്ട രംഗങ്ങൾ എഡിറ്റ് ചെയ്ത് തുടക്കം തൊട്ട് ഈ കണ്ണപ്പ ചേവകർ, ആരോമൽ ചേർ, തിക്കുറിശി, സത്യം കളയുന്നവർ, അവർ കാണുന്നത് കഥ, അംഗത്തിന് പോകുന്ന കഥ, അങ്കത്തട്ടിൽ തളർന്ന് വിജയിച്ചിരിക്കുമ്പോഴത്തേക്ക് അരിങ്ങോടർ ശരി ചതിയൻ ചന്തു ഇങ്ങനെ കുത്തുവിളക്ക് വിശ്രമിച്ച് കുത്തുവിളക്ക് വയറ്റി കുത്തുവിളക്ക് കൊണ്ടാഞ്ഞു കുത്തി എന്നൊരു പാട്ടിലൂടെ അവർ ആ സീൻ കാണിക്കുന്നുണ്ട്. അപ്പൊ സത്യൻ മരിച്ചു പോയെങ്കിലും നമുക്ക് സത്യൻ അത് അഭിനയിച്ചില്ല എന്നൊരു തോന്നൽ വരത്തില്ല. പാടാം പാടാം ആരോമൽ ചേകവർ പണ്ടംഗം വെട്ടിയ കഥകൾ, വീരകഥകൾ, ധീരകഥകൾ. അങ്ങനെ സത്യൻ അവിടെ ഒരു അഭിപ്രായം. അപ്പൊ ആ ആരോമലിനെ കണ്ടവർക്ക് ആർക്കും സത്യൻ അതിൽ അഭിനയിക്കത്തില്ലെന്ന് പറയാൻ പറ്റില്ല. അതാണ് കുഞ്ചാക്കോയുടെ വേറെ ടെക്നിക്ക്. അതാണ് ഞാൻ പറഞ്ഞത്, പൊതുജനത്തിന്റെ ഈ പൾസിന് ഇത്രയേറെ അറിഞ്ഞൊരു ഡയറക്ടറെ കണ്ടില്ലേ. എന്താണ് വേണ്ടത്, ഒരു അവിയൽ പോലെ അതെല്ലാത്തിലും കാണും. അതിങ്ങനെ അതിനെ പറ്റിയ താരനിരകളും ഇഷ്ടപ്പെട്ട താരനിരകളാണ് നിരത്തും. അതിനകത്ത് പൈസയ്ക്ക് ഒന്നും അതേ നോട്ടമില്ല, ലാഭനഷ്ടങ്ങളോ നോക്കത്തില്ല. വ്യത്യസ്തങ്ങൾ എന്തെങ്കിലും ഉദാഹരണമായിട്ട് മൈനത്തരുവി കൊലക്കേസ് ഒരു പടം എടുത്ത അദ്ദേഹം, അത് ആ സമയത്ത് വലിയ കോളിലൊക്കെ ഉണ്ടാക്കിയൊരു സംഭവം, കത്തോലിക്ക സമൂഹത്തിന് നാണക്കേടി വരുത്തി വെച്ച ഒരു കഥയായിരുന്നു അത്. ഒരു അച്ഛൻ ഒരു പെൺകുട്ടി കൊല്ലത്തിനകത്ത് റാന്നി എന്നുള്ള സംഭവം, ഒരു കൊന്ന് കിട്ടുന്ന സംഭവം. പക്ഷേ അത് അച്ഛൻ്റെ വേഷത്തിൽ ഒരാൾ വന്നെന്ന് അച്ഛൻ ലോക കണ്ടെത്തുന്ന കഥ. പക്ഷെ എന്തായാലും ജനത്തിന് പാട്ടുപുസ്തകം ഇറങ്ങി വിറ്റ കഥയാണ്. കുഞ്ചാക്കോ മൈനത്തെരുവ് കൊലക്കേസിന് പേര് പടം എടുത്ത് സത്യനും ഷീലയൊക്കെ അഭിനയിച്ച പടമായിരുന്നു. അത് ഭയങ്കര വിജയമായി. അതേ കണക്ക് തന്നെ ഏത് പ്രമാദമായ സംഭവങ്ങൾ നടന്നാലും അത് സിനിമയാക്കാൻ അദ്ദേഹം സന്നദ്ധത കാണിച്ചു. അത് പ്രേക്ഷകന്റെ പോക്കറ്റിൽ നിന്ന് പൈസ തൻ്റെ തിയേറ്ററിലേക്ക് വരുത്താൻ അദ്ദേഹം കാണും. അതൊരു മാസ്റ്റർ ഷോമാൻ, മാസ്റ്റർ ക്രാഫ്റ്റ്മാൻ എന്നൊക്കെ വിളിച്ചു പറയാവുന്ന കുഞ്ചാക്കോയ്ക്ക് മാത്രം സിദ്ധിച്ച കഴിവാണ്. അങ്ങനെ അദ്ദേഹം 75ാമത്തെ കണ്ണപുതിയുടെ പടവന് കണ്ണപ്പനുണ്ണി അതിൻ്റെ റെക്കോർഡിംഗ് വെളിയെ മദ്രാസിൽ ചെല്ലുമ്പോഴാണ് ഹാർട്ട് അറ്റാക്ക് വരികയും ആ പടത്തിൻ്റെ ഇതിൽ വെച്ച് 75 സിനിമ പൂർത്തിയാക്കി അദ്ദേഹം. ആ സംതൃപ്തിയോടെ അദ്ദേഹം മലയാളത്തിൽ നിന്ന് വിടവാങ്ങുകയാണ്. കണ്ണപ്പനോട് ടൈറ്റിൽ ഇപ്പോഴും കാണിക്കുന്നുണ്ട്, ഞങ്ങളുടെ ശില്പി എന്ന്. പിന്നെ അദ്ദേഹത്തിൻ്റെ മകനാണ് ബോബൻ കുഞ്ചാക്കോ. ബോബൻ മകനാണ് കുഞ്ചാക്കോ ബോബൻ കുഞ്ചാക്കോയാണ് മരണത്തിന് ശേഷം പാലാട്ട് കുഞ്ഞിക്കണ്ടെന്നൊരു പടം ചെയ്തിരുന്നത്. പിന്നെ കുറേ പടങ്ങൾ പുതിയ പിന്നെ ആ പ്രതാപമൊക്കെ നശിച്ചു പോയി, ആരും നോക്കാനില്ലാത്തൊരവസ്ഥ വന്നു. പക്ഷെ എന്നിരുന്നാലും ഒരു കാലഘട്ടത്തിൽ മലയാളികളുടെ ഇഷ്ടപ്പെട്ട സിനിമകൾ ഒരുക്കിയ ബാനറായിരുന്നു പുന്നപ്ര വയലാറ്, നിങ്ങളെ കമ്മ്യൂണിസ്റ്റാക്കി, മാനിഷാദ എന്ന് വേണ്ട പലതരം ഇഷ്ട വിഷയങ്ങളും ഇഷ്ട നാടകങ്ങളും ഇഷ്ട നോവലുകളും സിനിമയാക്കി പ്രേക്ഷകനെ തിയേറ്ററിൽ നിറച്ചിരുന്ന ഒരു മികച്ച പ്രൊഡ്യൂസർ ഡയറക്ടറായിരുന്നു കുഞ്ചാക്കോ. ഈ എപ്പിസോഡിലാണ് കുഞ്ചാക്കോയുടെ ചരമവാർഷികമാണ്. 76 അദ്ദേഹം മരിക്കുന്നത്. ഇന്ന് കുഞ്ചാക്കോയുടെ ആ ഉദയ സ്റ്റുഡിയോയില്ല. ഗോളത്തിൻ്റെ മേലിൽ കോഴി കൂവുന്ന ദൃശ്യം വളരെ നാൾ മുമ്പ് ഉണ്ടായിരുന്നു, പക്ഷെ ഇന്നില്ല. എൻ്റെ അനന്തര തലമുറക്ക് ശ്രദ്ധിച്ചില്ല. അല്ലെങ്കിൽ മലയാള സിനിമയുടെ സ്മാരകമാക്കി നിലനിർത്തേണ്ടതാണ് ഇതൊക്കെ. മലയാള മണ്ണിലേക്ക് പറിച്ചിട്ട് സ്റ്റുഡിയോ ഒന്നും ഇല്ലാതായിപ്പോ എന്ന് പറയുമ്പോൾ ചലച്ചിത്ര സ്നേഹികൾക്ക് വല്ലാത്ത സങ്കടമാണ് ഇതൊക്കെ. ഇതിനി പുതിയ തലമുറ ചിന്തിക്കേണ്ടതാണ്. അദ്ദേഹത്തിന് നമാഭം അർപ്പിക്കുന്നു. ഈ മധുരം മലയാളം ചാനൽ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം. എന്നിട്ട് ഇതിനെപ്പറ്റി എന്തെങ്കിലും പരാതികളോ ഇതിൻ്റെ പോരായ്മ ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ ഐഡി അറിയിക്കണം. എല്ലാവർക്കും നമസ്കാരം. കൊമ്പുമായി ഓശാന പെരുന്നാൾ